ഇന്നേക്ക് നവരാത്രിയുടെ 7ാം ദിവസം ദേവി കാലരാത്രി എന്നും കാളരാത്രി എന്നും പറയാം. അപ്പോൾ ദേവിനെ കാണുമ്പോൾ ഒരു ഭയാനകമായ രൂപമാണെങ്കിൽ പോലും ഭയത്തെ നിഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അന്ധകാരത്തെ, ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്, ഇരുട്ടിൻ്റെ കാലൻ, രാത്രിയുടെ കാലൻ എന്നൊക്കെ ഒരു പേരാണ് കേട്ടോ ഇതിൽ വരുന്നത്. രക്തബീജന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ദേവി രൂപമെടുത്തത്. രക്തബീജൻ്റെ അനുഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു തുള്ളി ചോര വീണാൽ അതിൽ നിന്ന് 1000 രക്തബീജന്മാരുണ്ടാകുന്നു. അപ്പോൾ അത്രയും ശക്തിയാണ്. അപ്പോൾ ദേവി എന്ത് ചെയ്തു? തല ഓരോന്നും അറുത്തു മാറ്റുമ്പോൾ ഒരു തുള്ളി ചോര പോലും ഭൂമിയിൽ പതിക്കാതെ അതിനെ മൊത്തം കുടിച്ചു തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ദേവി കാലരാത്രി അഥവാ കാളരാത്രിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അതിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ മഴയുടെ ഇരമ്പൽ കാരണം നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുഞ്ഞ് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വൃത്തിയായി നമ്മൾ വിളക്ക് കൊളുത്താൻ വേണ്ടി പോവുകയാണ്. തുളസി വെള്ളമൊക്കെ വെച്ച് വിളക്കെല്ലാം കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നവരാത്രി 7ാം ദിവസത്തെ വിശേഷങ്ങൾ. ബാക്കിയുള്ളത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഉച്ചയ്ക്ക് കാണാം നമ്മുടെ നവരാത്രി സ്പെഷ്യൽ ലഞ്ചുമായിട്ട്. ഹാപ്പി നവരാത്രി.